ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെലിവറി നോട്ട് വൗച്ചറും റിജക്ഷൻ ഇൻ വൗച്ചറും ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിപ്റ്റ് നോട്ട് വൗച്ചറും അതേപോലെ റിജക്ഷൻ ഔട്ട് വൗച്ചറും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ഞാൻ ജസ്റ്റ് റെസിപ്റ്റ് നോട്ട് വൗച്ചർ എന്താണ്, റിജക്ഷൻ ഔട്ട് വൗച്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. റെസിപ്റ്റ് നോട്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലില്ലാതെയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് പർച്ചേസ് വൗച്ചറിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പർച്ചേസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചറായിരുന്നു റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അതേപോലെ ബില്ലില്ലാതെ നമ്മൾ റിട്ടേൺ ചെയ്താൽ അത് നമ്മൾ ഡെബിറ്റ് നോട്ട് വൗച്ചറിലല്ല എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡെലിവറി നോട്ട് വൗച്ചറും അതേപോലെ റിജക്ഷൻ ഇൻ വൗച്ചറിനെ കുറിച്ചുമാണ്. ഡെലിവറി നോട്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുകയാണ്. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ബില്ലില്ലാതെയാണ് സെയിൽ ചെയ്യണമെങ്കിൽ, ബില്ലുണ്ടെങ്കിൽ നമ്മളത് സെയിൽസ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ബില്ലില്ലാതെയാണ് സെയിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ സെയിൽസ് എൻട്രി താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാനൊരു വൗച്ചർ വേണം. അങ്ങനെ ഈ സെയിൽസ് എൻട്രി നമുക്ക് താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് ഡെലിവറി നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്നെ തിരിച്ചു തരും. അതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുക. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ബില്ലില്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടാലി ERP 9 നമ്മൾ F11 ഫീച്ചേഴ്സിൽ പോയിട്ട് ഇതെല്ലാം എനേബിൾ ചെയ്യണം. ടാലി പ്രൈമിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ നമുക്ക് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട്, പർച്ചേസ് എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോക്കിൻ്റെ ജസ്റ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് സമ്മറിയിൽ TV നമ്മുടെ കയ്യിലുള്ളത് 50 എണ്ണമാണ്. അപ്പോൾ 50 TV ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ വൗച്ചേഴ്സിൽ പോയിട്ട് ഡെലിവറി നോട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ F10 അതർ വൗച്ചേഴ്സ് എടുക്കുക. ആ അതർ വൗച്ചേഴ്സിലുണ്ടായിരിക്കും ഇവിടെ ഷോ ഇനാക്റ്റീവ്, അതിൽ എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കാണാം, ഡെലിവറി നോട്ട്. ഇപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിലൊന്ന് എൻ്റർ അടിച്ചാൽ ആക്ടിവേറ്റ് നൗ ചോദിക്കും. ഒന്നുകൂടെ എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്കിവിടെ ഡെലിവറി നോട്ട് വൗച്ചർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളോട് റെഫറൻസ് നമ്പറാണ് ചോദിക്കുന്നത്. റെഫറൻസ് നമ്പർ നമുക്ക് കൊടുക്കാം, 3001 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടീസ് അക്കൗണ്ട് നെയിം, പാർട്ടിയുടെ പേര് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഡ്ജറൊക്കെ മുമ്പ് XYZ കൊടുത്തു. എൻ്റർ അടിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ്, പാർട്ടിയുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ് എല്ലാം ചോദിക്കും. അത് കഴിഞ്ഞ് സെയിൽസ് ലെഡ്ജറാണ് ചോദിക്കുന്നത്. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തു. ഇനി നെയിം ഓഫ് ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു, TV സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മളോട് ഇതേപോലെ ട്രാക്കിംഗ് നമ്പർ ചോദിക്കും. ഈ നമ്പർ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ ബില്ലിനെ ട്രാക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നേരത്തെ കൊടുത്തുള്ള റെഫറൻസ് നമ്പർ 3001 ഉണ്ടായിരിക്കും. ആ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് സെയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ 10 ക്വാണ്ടിറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, കാരണം ഞാനതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, റേറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് 12,000 ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അങ്ങനെ 1,20,000 എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളതിനെ സേവ് ചെയ്തു. ഇനി നമുക്ക് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുക്കുകയാണ്. സ്റ്റോക്ക് സമ്മറിയിൽ പോയി നേരത്തെ 50 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത്, 10 സെയിൽ ചെയ്തു. ഇവിടെ 40 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. Alt F1 ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ സെയിൽസ് വൗച്ചറിലല്ല എൻ്റർ ചെയ്തിട്ടുള്ളത്. സെയിൽസ് വൗച്ചറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സെയിൽസ് എമൗണ്ട് ആയിട്ട് കാണാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ വൗച്ചർ എൻ്റർ ചെയ്തിട്ടുള്ളത് ഡെലിവറി നോട്ടിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ എമൗണ്ട് സെയിൽസ് ബിൽ ടു മെയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ കഴിയുക.
ഓക്കെ, ഇനി നമുക്ക് 10 ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തത്. അതിൽ നിന്നൊരു 3 ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്യാണ്. വീണ്ടും നമുക്ക് വൗച്ചേഴ്സിലേക്ക് തന്നെ പോവാം. വൗച്ചറിൽ പോയി റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ബില്ലില്ലാണ്ടാണ് റിട്ടേൺ ചെയ്യണത്. അതുകൊണ്ട് റിജക്ഷൻ ഇന്നിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. F10 അതർ വൗച്ചേഴ്സിൽ പോയി ഷോ ഇനാക്റ്റീവിൽ എൻ്റർ അടിച്ചു. ഇവിടെ ഉണ്ടായിരിക്കും റിജക്ഷൻ ഇന്ന് പറഞ്ഞിട്ട് കാണാം. റിജക്ഷൻ ഇന്ന് പറഞ്ഞിട്ട് കാണാം. എൻ്റർ അടിച്ചു. ആക്ടിവേറ്റ് എസ് കൊടുത്തു. അപ്പോൾ നമുക്ക് റിജക്ഷൻ ഇൻ വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് പാർട്ടിയുടെ പേരാണ് കൊടുക്കേണ്ടത്. പാർട്ടീസ് അക്കൗണ്ട് നെയിം കൊടുത്തു. അപ്പോൾ പാർട്ടിയുടെ അഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുക. ഐറ്റം സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ആ ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും. നമ്മൾ ആ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ 10 ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിരുന്നത്. റിട്ടേൺ ചെയ്യുന്നത് 3 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 3 കൊടുത്തു. 12,000 റേറ്റ് എല്ലാം വന്നു. സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റിപ്പോർട്ടിലൊന്ന് പോയി നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയാൽ ഇപ്പോൾ 43 3 റിട്ടേൺ ചെയ്തു തിരിച്ചു വന്നു. 43 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയാൽ ഇവിടെ 84,000 വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് സെയിൽ ചെയ്യണം. നമുക്ക് ബില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വൗച്ചറിൽ പോയിട്ട് സെയിൽസ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. F8 സെയിൽസ് വൗച്ചർ ഓപ്പൺ ചെയ്തു. അവിടെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ കൊടുക്കണം. 4567 കൊടുത്തു. പാർട്ടിയുടെ പേര്, പാർട്ടീസ് അക്കൗണ്ട് നെയിം XYZ ആണ് പാർട്ടി. അപ്പോൾ ഇവിടെ നമ്മളോട് ട്രാക്കിംഗ് നമ്പർ ചോദിക്കും. ഈ നമ്പർ പ്രകാരം ഈ ട്രാക്കിംഗ് നമ്പറാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ബില്ലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യുക. എൻ്റർ അടിച്ചു. പാർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അഡ്രസ്സ് എല്ലാം എൻ്റർ അടിച്ചു. സെയിൽസ് ലെഡ്ജർ സെയിൽസ് അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഐറ്റം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. TV ക്വാണ്ടിറ്റി 7, കാരണം 10 സെയിൽ ചെയ്തത്. അതിൽ 3 റിട്ടേൺ ചെയ്തു. ബാക്കി 7 ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടുണ്ടാവും. റേറ്റ് എല്ലാം വന്നു 84,000 രൂപ. എൻ്റർ അടിച്ച് ന്യൂ റെഫറൻസ് നമ്മൾ നമ്മുടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു. 4567 സേവ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റോക്കിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സ്റ്റോക്ക് സമ്മറി ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ മാറ്റമൊന്നുമില്ല. അതേ 43 ആയിരിക്കും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് ഓൾട്ട് F1 ഡീറ്റെയിൽസ് എടുത്തു. നേരത്തെ ഇവിടെ സെയിൽസ് ബിൽ ടു മേക്ക് ആയിരുന്നു. അത് സെയിൽസ് വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ എമൗണ്ട് സെയിൽസ് എമൗണ്ടായിട്ട് സെയിൽസ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഡെലിവറി നോട്ടിനെ കുറിച്ചും റിജക്ഷൻ ഇന്നിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ബൈ.